നമ്മുടെ പാരീസിലെ ലൂവ്രി മ്യൂസിയത്തിലെ മോഷണം നിങ്ങൾ വലിയ ഞെട്ടലോടുകൂടിയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. 4 മിനിറ്റ് കൊണ്ടാണ് 4 പേരടങ്ങുന്ന സംഘം ഈ വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ലൂവ്രി മ്യൂസിയത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ടുപോയത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആ വാർത്ത ശ്രദ്ധ തേടുകയാണ്. വിലമതിക്കാനാകാത്ത വസ്തുക്കളാണ് നഷ്ടമായത്. നഷ്ടമായ വസ്തുക്കളുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്ന് കാണിക്കാം. അതിലൊന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ 2ാം ഭാര്യ മേരി ലൂയിസിൻ്റെ മരതക നെക്ലേസും കമ്മലുകളുമാണ്. മരതക നെക്ലേസും കമ്മലുകളും. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ 2ാം ഭാര്യ മേരി ലൂയിസ് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഘട്ടത്തിലാണ്, ആ തിരിച്ചുവരവ് നടത്തുന്ന ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന മേരി ലൂയിസാണ്. ആ മേരി ലൂയിസിൻ്റെ മരതക നെക്ലേസും കമ്മലുകളും നഷ്ടപ്പെട്ടു. ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഡിസൈനൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ചു, നമുക്ക് ഉപയോഗിക്കാം. നെപ്പോളിയൻ്റെ 3ാമത്തെ ഭാര്യ യുജീൻ്റെ കിരീടമാണ്. ഇതെന്താ ഒരു ലിസ്റ്റാണോ എന്നായിരിക്കും. ആ ലിസ്റ്റാണ്. ഞാൻ പറഞ്ഞത് സ്വർണ്ണത്തിൻ്റെ കാര്യമാണ് കേട്ടു. അന്നത്തെ കാലമല്ലേ, ചക്രവർത്തിമാരല്ലേ. 3ാമത്തെ ഭാര്യ യുജീൻ്റെ കിരീടമുണ്ടല്ലോ, ആ കിരീടവും നഷ്ടപ്പെട്ടു. കിരീടം പിന്നെ നമുക്കിപ്പോൾ ആവശ്യമില്ല, പക്ഷേ എങ്കിലും അതൊരു സൂപ്പർ കിരീടമായിരുന്നു എന്നാണ് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വിലമതിക്കാനാവാത്ത കിരീടവും ഈ വജ്രങ്ങളും ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. 2438 വജ്രങ്ങളും 196 റോസ് കട്ട് വജ്രങ്ങളും പതിച്ച വില്ലാണ് ഉണ്ടായിരുന്നത്. ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് വല്ലാത്ത സംഭവമാണ്. എത്ര കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടാവും. 2438 വജ്രങ്ങൾ, 196 റോസ് കട്ട് വജ്രങ്ങൾ. രാജ്ഞിമാരായ മേരി അമേലിയുടെയും ഹോർട്ടൻസിൻ്റെയും നെക്ലേസുകൾ കൂടി നഷ്ടമായിട്ടുണ്ട്. ആ നെക്ലേസിൻ്റെ പടം വരട്ടെ. ഇതാണ് നെക്ലേസിൻ്റെ പടം. ഉള്ളല്ലോ, ഇവരാണ് അല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരെ ഒന്ന് നോക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നെപ്പോളിയൻ തൻ്റെ അന്തപുരത്തിൽ രാജകൊട്ടാരത്തിൽ ഭാര്യമാരെ പോറ്റിയിരുന്നത്. മേരി അമലിയുടെയും ഹോർട്ടൻസിൻ്റെയും ഒക്കെ നെക്ലേസ്. നമുക്കും കൊണ്ടൊരു ഭർത്താവ് എന്നായിരിക്കും. ഇതിനൊക്കെ കോടികൾ വിലമതിക്കും. ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി. രാജ്ഞിമാരായ മേരി അമേലിയുടെയും ഹോർട്ടൻസിൻ്റെയും കമ്മലുകളുടെ ഡിസൈൻ കൂടി നമുക്കൊന്ന് കാണാം, എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അടിച്ചുകൊണ്ട് പോയ സാധനത്തെക്കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്നായിരിക്കും. ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. നമ്മുടെ സാധാരണ ഫാൻസി സ്റ്റോറിൽ കാണുന്ന 50 രൂപയുടെ കമ്മലല്ല, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കമ്മലുകളാണ്. രാജ്ഞി മേരി അമേലിയുടെ കിരീടം, ആ കിരീടം കൂടി നമുക്കൊന്ന് കാണാം. ആ കിരീടം ഇതാണ്, മനോഹരമായ കിരീടമാണ്. ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി. ഈ വസ്തുക്കളെല്ലാം കാണാതെ പോയി. ലൂവ്രി മ്യൂസിയത്തിലെ മോഷണത്തിൽ ഒരുപാട് ചോദ്യങ്ങളുള്ളത് മ്യൂസിയത്തിൻ്റെ സുരക്ഷയിലേക്കാണ് കേട്ടോ. ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, ഈ വില കൂടിയ വജ്രങ്ങൾ കൊണ്ടുള്ള നെക്ലേസുകളാണെങ്കിലും ഡയമണ്ടുകൾ കൊണ്ടുള്ള നെക്ലേസ് ആണെങ്കിലും അടിച്ചുകൊണ്ട് പോയെന്നേ. അത് ലൂവ്രി മ്യൂസിയത്തിലാണെങ്കിലും സ്വന്തം കഴുത്തി കിടന്നാൽ. ചരിത്രപ്രധാനമായ രേഖകൾ സൂക്ഷിക്കുന്ന മ്യൂസിയത്തിൽ മതിയായ സുരക്ഷ ഇല്ലേ എന്നൊരു ചോദ്യം പ്രധാനമായിട്ട് ഉയരുന്നുണ്ട്. മോഷണത്തിനെത്തിയവർ ഗ്ലാസ് തകർക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപർണ കാർത്തികയുണ്ട് നമുക്കിപ്പം. അപർണ കാർത്തിക, ഈ ഡിസൈനൊക്കെ കണ്ടപ്പോൾ അപർണ കാർത്തികയ്ക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. സത്യം പറഞ്ഞാൽ ആഭരണ പ്രിയരായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് അതിനകത്തുള്ള എല്ലാം. പിന്നെ കിരീടമൊന്നും നമ്മൾ മോഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് മാല നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവാൻ തോന്നിയിട്ടുണ്ട്. ആ മരതക മാല തന്നെയാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്തായാലും അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യത്തിൽ ഉയർന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ലൂവ്ർ പോലൊരു മ്യൂസിയത്തിൽ എങ്ങനെ ഇത്ര അനായാസം, നമുക്കെല്ലാവർക്കും അറിയാം, വെറും 4 മിനിറ്റ് കൊണ്ടാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ അതിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള പ്രദർശനത്തിനിരുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഉൾപ്പെട്ട കിരീടം ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയത്. ഈ 4 മിനിറ്റ് കൊണ്ടൊക്കെ എങ്ങനെയാണ് ഈ മോഷണം ആസൂത്രണം ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം വലിയ തരത്തിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്. കാരണം അതിന് മാത്രമുള്ള സുരക്ഷയെ ലൂവ്ർ മ്യൂസിയത്തിലുള്ളൂ. 9 മണിക്ക് മ്യൂസിയം തുറന്ന് ഏതാനും മിനിറ്റുകൾക്കകമാണ് 4 മോഷ്ടാക്കൾ സംഘമായി എത്തി 2 പേരകത്തും 2 പേർ പുറത്തു നിന്നുകൊണ്ട് മോഷണം നടത്തുന്നത്. ഇതിൻ്റെ ഒരു ഗ്ലാസ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യം, CCTV ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പുറത്തു വന്നിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ആ പ്രദേശത്തൊന്നും മറ്റൊന്നുമില്ല, ആകെ ഒരു CCTVയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. കാരണം ലോക പ്രശസ്തമായ മ്യൂസിയമാണ്. പ്രതിദിനം ഏകദേശം 30,000-ലധികം ആളുകൾ, സഞ്ചാരികൾ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മ്യൂസിയത്തിൻ്റെ സുരക്ഷ ഇത്ര മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളും അതിനെ ആ ചോദ്യങ്ങളായിട്ട് അത് ഉന്നയിക്കുന്നത്. കാരണം ഇത്രയും പരിശോധന നടക്കുമ്പോഴും ഒരു CCTVയിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ മൂല്യങ്ങളുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളും കിരീടവും ഒക്കെ ഇരിക്കുന്ന മ്യൂസിയത്തിൽ വലിയ സുരക്ഷയൊന്നുമില്ലേ? അവിടെയും നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു സുരക്ഷാ സംവിധാനത്തിൽ ഉണ്ടായിരുന്നെന്ന് തോന്നിപ്പോകും. ലൂവ്രി മ്യൂസിയത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നു. നമ്മുടെ ശബരിമലയിലെ അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് ദ്വാരപാലക ശില്പം പകലെ ഇളക്കിക്കൊണ്ടുപോയി അത് സ്വർണ്ണം അടിച്ചു മാറ്റി അവിടെ കൊണ്ട് തിരിച്ചു വയ്ക്കുന്നു. അത്ര ഗൂഢാലം നടത്താൻ പറ്റുന്നവർ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. അവിടെ എപ്പോഴാണോ ഈ കാര്യം? അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതെന്തായാലും അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്.
4 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ അടിച്ചു മാറ്റിയത്. എന്തോരം പ്ലാനിങ് നടത്തിയിട്ടുണ്ടാവും.